ഇന്ന് വരെ നിർമ്മിച്ചിരിക്കുന്ന എല്ലാ പമ്പുകളും ഒന്നല്ലെങ്കിൽ മുകളിൽ വെച്ച് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ സബ്മേഴ്സിബിൾ ടൈപ്പായിട്ട് വെള്ളത്തിനടിയിൽ വെച്ച് വർക്ക് ചെയ്യുക. ഇങ്ങനെ രണ്ട് പർപ്പസുകൾക്ക് വേണ്ടിയാണ് മെയിൻലി മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. എന്നാൽ CRI ബ്രാൻഡിൽ വരുന്ന CSS എന്ന് പറഞ്ഞ ഈ ജാക്കറ്റ് സീരീസിൽ വരുന്ന പമ്പ് നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മുകളിൽ വെച്ചും അതുകൂടാതെ നമുക്ക് സബ്മേഴ്സിബിൾ ടൈപ്പായിട്ട് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു പുതിയ മോഡലിൻ്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിലവിൽ CRI ഇത് 3 മോഡലുകളിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. സിംഗിൾ ഫേസിലാണെങ്കിൽ 2 HP, 3 ഫേസിലാണെങ്കിൽ 5 HP, 7.5 HP, അങ്ങനെ 3 റേഞ്ചിലാണ് മെയിൻലി ഈ പമ്പുകൾ വരുന്നത്. നമ്മൾ ഇന്ന് ടെസ്റ്റിങ്ങിനായിട്ട് എടുത്തിരിക്കുന്നത് 2 HP സിംഗിൾ ഫേസിൽ 3 ഇഞ്ച് ഡെലിവറി സൈസ് വരുന്നൊരു പമ്പാണ്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് മുകളിൽ വെച്ച് വർക്ക് ചെയ്യിക്കാം, സബ്മേഴ്സിബിളായിട്ട് വെള്ളത്തിൻ്റെ അടിയിൽ വെച്ച് വർക്ക് ചെയ്യിക്കാം. ഇതിന് ഈ ഒരു സ്പെഷ്യൽ ക്വാളിറ്റി വരാനുള്ള കാരണം ഇത് ജാക്കറ്റ് സീരീസാണെന്ന് ആദ്യം പറഞ്ഞു. നമ്മുടെ ഈ വെള്ളം, നമ്മൾ എടുക്കുന്ന വെള്ളം, ഡെലിവറി ലൈനിൽ വരുന്ന വെള്ളം, ഇത് ഈ മോട്ടറിനെ സർക്കുലേറ്റ് ചെയ്ത് വരുന്നത് കൊണ്ടാണ് ഇത് മേളിൽ വെച്ചും വർക്ക് ചെയ്യിക്കാമെന്ന് പറയുന്നത്. കാരണം ആ ജാക്കറ്റിൻ്റെ അകത്തേക്കൂടെ വെള്ളം സർക്കുലേറ്റ് ചെയ്ത് മോട്ടറിനൊരു കൂളിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ നമ്മൾ മോട്ടറിൽ ഫില്ല് ചെയ്യുന്ന വെള്ളം കൂടാതെ ഈ ജാക്കറ്റിന് ചുറ്റും വെള്ളം സർക്കുലേറ്റ് ചെയ്ത് പോകുന്നതുകൊണ്ട് ഒരു ഡബിൾ കൂളിംഗ് മെക്കാനിസം എന്ന് വേണമെങ്കിൽ പറയാം. മറിച്ച് നമ്മളിത് മുകളിൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ജാക്കറ്റിന് ചുറ്റി വെള്ളം സർക്കുലേറ്റ് ചെയ്തിട്ട് ഡെലിവറി ലൈൻ വഴി പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ വെള്ളം നമ്മൾ മുകളിൽ വെച്ച് വർക്ക് ചെയ്താലും നമ്മുടെ മോട്ടറിനെ ചുറ്റുന്ന വെള്ളമായിരിക്കും ഇതിനെ മോട്ടറിനെ കൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള ഒരു മോഡലാണിത്. ഇത് മെയിൻലി 13 മീറ്റർ വരെയാണ് ഇതിൻ്റെ ഹെഡ് പറയുന്നത്. 5 മീറ്റർ മുതൽ 13 മീറ്റർ വരെ ഹെഡുണ്ട്. ഏകദേശം മിനിമം ഹെഡിൽ 61,000 ലിറ്റർ ഡിസ്ചാർജും മാക്സിമം ഹെഡിൽ 18,000 ലിറ്റർ ഡിസ്ചാർജുമാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ ബാക്കി ടെസ്റ്റിങ്, വെള്ളം ഒഴിക്കുന്നത്, മേളിൽ വെച്ചും താഴെ വെച്ചും ഒക്കെ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ടെക്നീഷ്യനായിരിക്കും. ഞാൻ വിളിച്ചേണ്ട കൈമാറാം. ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ CRI പമ്പ്സിൻ്റെ ഒരു ജാക്കറ്റ് സീരീസിലുള്ള പമ്പാണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ എൽദോസ് അതിനെക്കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇനി അത് എന്തൊക്കെയാണ് അതിൻ്റെ സ്പെസിഫിക്കേഷൻ നമുക്കൊന്ന് നോക്കാം. ആദ്യം ഞാൻ പമ്പിൽ വെള്ളം ഫില്ല് ചെയ്യാൻ പോകണം. ഈ പമ്പിൻ്റെ വെള്ളം ഫില്ല് ചെയ്യുന്നത് അത് ഉള്ള 2 ബോൾട്ടാണ്. ആ ബോൾട്ട് അഴിക്കുക, വെള്ളം ഫില്ല് ചെയ്യുക. ഇത് ജാക്കറ്റ് സീരീസ് പമ്പിൻ്റെ വർക്കിംഗ് പറഞ്ഞു. ഇതിനുള്ളിൽ ഒരു ഹോളുണ്ട്. ആ പമ്പ് ചെയ്യുമ്പോൾ ആ വെള്ളം മോട്ടറിൻ്റെ പുറത്തോടെ ഒരു സർക്കുലേഷനായിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പമ്പിങ് ടൈമിൽ ഒരു പോർഷൻ, വെള്ളത്തിൻ്റെ ഒരു പോർഷൻ ഈ ജാക്കറ്റിനുള്ളിലൂടെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് പോകണം. അപ്പോൾ ഇതിനുള്ള ഹീറ്റ് ആ വെള്ളം അബ്സോർബ് ചെയ്ത് പുറത്തു പോകും. അപ്പോൾ പമ്പ് കണ്ടിന്യൂസ് റണ്ണായിട്ട് നിൽക്കുകയും ചെയ്യും. ഇതിൻ്റെ ഡിസ്ചാർജ് കാര്യങ്ങളെല്ലാം എൽദോസ് ആദ്യം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ പമ്പ് നമുക്ക് കൂടുതൽ ഉപയോഗിക്കാവുന്ന സ്ഥലങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷി ആവശ്യങ്ങൾക്ക് ഒരു 4 മീറ്റർ 5 മീറ്റർ ഹൈറ്റിലേക്ക് ഇപ്പോൾ തോട്ടിൽ നിന്നൊക്കെ വെള്ളം പമ്പ് ചെയ്ത് ലാവിഷായിട്ട് ഒഴുക്കി നനയ്ക്കേണ്ട സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. അപ്പോൾ അവിടെ കരവെച്ചും ഉപയോഗിക്കാം, വെള്ളത്തിലിട്ടും ഉപയോഗിക്കാം, സബ്മേഴ്സിബിളായിട്ട് ഉപയോഗിക്കാം. സാധാ കരവയ്ക്കുന്ന പമ്പ് പോലെ നമുക്ക് ഈ പമ്പ് ഉപയോഗിക്കാം. ഇതിൻ്റെ പ്രധാന പർപ്പസിൽ വരുന്ന ഇതെന്താണെന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ മോട്ടർ പുഴം തീരത്തോ അല്ല തോടിൻ്റെ തീരത്തൊക്കെ വെച്ചിട്ട് പോയാൽ പെട്ടെന്ന് വെള്ളം പൊങ്ങി അവിടെ മോട്ടർ വെള്ളത്തിൽ മുങ്ങിപ്പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ വരും. അങ്ങനെയുള്ള സ്ഥലങ്ങൾ വളരെ സേഫായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു പമ്പാണ്. എന്നാൽ ഈ ആറിൻ്റെയൊക്കെ തീരങ്ങളിൽ ചിലപ്പോൾ ചെളിയായിരിക്കും. പമ്പ് സബ്മേഴ്സിബിളായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുകയില്ല, ചെളിയിൽ പൊതിഞ്ഞു പോകും. അപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കര വെച്ചിട്ട് പോവാം. അവിടെ വെള്ളം ഉയർന്നാലും പമ്പ് മൂടിപ്പോയാലും പമ്പിന് യാതൊരു പ്രശ്നവും വരുന്നില്ല. നമുക്ക് ഓപ്പൺ പോലെ അന്നേരം അത് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ കരയിരിക്കുന്ന സാധാ പമ്പ് പോലെ ആക്ട് ചെയ്യും. ഇനി നമ്മൾ ഇതിനകത്ത് ഫാസ്റ്റ്ലി വെള്ളം ഫില്ല് ചെയ്യണം. ഇതിൻ്റെ 2 സൈഡിലും പ്ലഗ് നട്ട് ഉണ്ട്. 2 സൈഡിലും പ്ലഗ് നട്ട് സ്പാൻഡർ ഉപയോഗിച്ച് യൂസ് ചെയ്തിട്ട് ഇതേപോലെ സ്ക്രൂ ഡ്രൈവറിന് നമുക്ക് അഴിച്ചെടുക്കാം. അപ്പം അങ്ങനെ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തു. ഇത് സാധാ സബ്മേഴ്സിബിൾ പമ്പ് പോലെ ആദ്യം ഇതിനകത്തും വെള്ളം ഫില്ല് ചെയ്യണം നമ്മളെപ്പോഴും. ആദ്യം നമുക്ക് സബ്മേഴ്സിബിളായിട്ട് തന്നെ ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് കര വെച്ച് പെർഫോമൻസ് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 3 ഇഞ്ച് ഡെലിവറിയാണ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കിതിനെ പൊക്കിയെടുത്ത് നമ്മുടെ ടെസ്റ്റിംഗ് ടാങ്കിലേക്ക് നിക്ഷേപിക്കാം. ഇങ്ങോട്ടും ഇനി നിങ്ങൾ 2 പേരും കൂടെ ആ സാധനത്തിനെ പൊക്കി വിട്ട് പയ്യെ ആ കയറെ തന്നെ ഇങ്ങോട്ട് വലിച്ചുവിടി. ഇതെല്ലാം ഉടച്ചുവിടി. ഓക്കെ, കേബിള് വിട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പമ്പ് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഓണാക്കി നോക്കാം. ഇതിന് സ്റ്റാർട്ട് കപ്പാസിറ്റർ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചിട്ട്
ഓണാക്കുക. ഇപ്പോൾ പമ്പ് അത് മിനിമം ഹെഡ് കീപ്പ് ചെയ്യാതെ 19 ആംപിയറാണ് മോട്ടർ ലോഡ് ചെയ്തിരിക്കുന്നത്. മോട്ടർ 18 ആംപിയറാണ് ലോഡ് ചെയ്തിരിക്കുന്നത്. ഇതിന് മിനിമം 5 മീറ്ററാണ് ഇതിൻ്റെ മിനിമം ഹെഡ് പറയുന്നത്. ഇപ്പം മിനിമം ഹെഡ് ഇല്ല, അതിൻ്റെയാണ് ആ 18 ആംപിയർ കാണിക്കുന്നത്. അതൊരു 5 മീറ്ററിലേക്ക് വരുമ്പോൾ അത് 16 ആംപിയർ നോർമൽ റേഞ്ചിലേക്ക് വരും. അപ്പോൾ ഇന്ന് നമ്മളുടെ ഒപ്പം ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് നമുക്ക് പമ്പും എല്ലാം CRIയുടെ സർവീസ് എഞ്ചിനീയർ ഇത് സാറാണ്. അദ്ദേഹത്തിൻ്റെ ഒപ്പമാണ് ഈ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് വന്നേക്കുന്നത്. അങ്ങനെ വെള്ളത്തിൽ പോയ സാധനം പൊങ്ങി വരുന്നുണ്ട്. ഇങ്ങോട്ട് മാറ്റിപ്പിടി. ഫ്രണ്ട് തള്ളു മതി. അങ്ങനെ നമ്മുടെ പമ്പ് കര വെച്ചിട്ട് വെള്ളം നിറയ്ക്കുകയാണ്. സാധാ രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പമ്പ് കര വെച്ച് വർക്കാക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഇപ്പോൾ കര വെച്ച ആ പമ്പ് വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം അടുത്തേക്ക് അടുക്കാൻ നിർവാഹമല്ല, അതുപോലെ വെള്ളമാണ്. അപ്പോൾ പമ്പ് ഓണായിട്ടുണ്ട്. ഈ പമ്പിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ഡീവാട്ടറിങ്ങിന് ഉപയോഗിക്കാം, അതുപോലെ നനയ്ക്കാൻ ഇറിഗേഷൻ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അത്യാവശ്യം സ്ലറി പമ്പായിട്ടും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ്. കാരണം ഇമ്പലറൊക്കെ നല്ല ഹോളുണ്ട്, ആയതിനാൽ സ്ലറി പമ്പായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ അതിനകത്ത് നാര് പോലെയുള്ള സാധനങ്ങൾ വരരുത്. വന്നു കഴിഞ്ഞാൽ ഇമ്പലർ കുരുങ്ങാൻ പറ്റുന്ന മണൽ സാൻഡ് യൂണിറ്റിലേക്ക് പറ്റില്ല, കാരണം തേയ്മാനം ഉണ്ടാക്കും. ചെറിയ ചെളിവെള്ളം അതൊക്കെ പമ്പ് ചെയ്യാനായിട്ട് ഈ പമ്പ് സുഖമായിട്ട് ഉപയോഗിക്കാം. 15.6 15.6 15.8 15 ആംപിയർ അല്ലെ 16 ആംപിയർ എന്ന് വേണേൽ കൂട്ടാം. അപ്പം നോർമൽ കറണ്ടാണ് ഇത്. മോണോബ്ലോക്കായിട്ട് വർക്ക് ചെയ്യുമ്പോൾ കര വെച്ച് വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ സബ്മേഴ്സിബിളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ മിനിമം ഹെഡ് കീപ്പ് ചെയ്യാത്ത കാരണം അതൊരു 16 ആംപിയർ 18 ആംപിയർ റേഞ്ചിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഹെഡ് വരുമ്പോൾ ആ കറണ്ട് റേറ്റിങ്ങും കറക്റ്റ് ആയിരിക്കും. CRIയുടെ ജാക്കറ്റ് സീരീസിൽ വരുന്ന ഈ പമ്പിൻ്റെ പ്രത്യേകതകളും അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, മേളിൽ വെച്ച് ഉപയോഗിക്കുന്നതും വെള്ളത്തിൽ വെച്ച് ഉപയോഗിക്കുന്നതും എല്ലാം ഡീറ്റെയിലും നിങ്ങൾ കണ്ടു. മെയിനായിട്ട് നമുക്കിത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കയറി മോട്ടർ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, ബിനിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ പുഴയുടെ തീരങ്ങളിൽ, ചിലപ്പോൾ കിണറിൻ്റെ അതായത് നമ്മുടെ പാടശേഖരത്തിൻ്റെ സൈഡുകളിൽ, അങ്ങനെ ആഴം കുറഞ്ഞതും എന്നാൽ മഴ പെയ്യാൻ നേരത്ത് പെട്ടെന്ന് വെള്ളം മുങ്ങി മോട്ടറൊക്കെ മുങ്ങിപ്പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും ഇതിന് മുമ്പ് സംഭവിച്ചിട്ടുള്ള സ്ഥലങ്ങളിലും ഇതേപോലെയുള്ളൊരു പമ്പ് സ്യൂട്ടബിളാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മേളിൽ വെച്ച് ഉപയോഗിക്കാം. ഇനി അറിയാതെ വെള്ളം മുങ്ങിപ്പോയി കഴിഞ്ഞാലും മോട്ടറിന് പ്രശ്നങ്ങളൊന്നും വരില്ല. ഏത് രീതിയിലും ഉപയോഗിക്കാം. അപ്പോൾ ഭയങ്കര ഫ്ലെക്സിബിളായിട്ട് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് പല സ്ഥലങ്ങളിൽ ഇതിന് ഉപയോഗം ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഒരു കോസ്റ്റ് വരുന്നത് ഏകദേശം 30,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. 2 HP സിംഗിൾ ഫേസ്, 3 ഇഞ്ച് ഡെലിവറി, 4 ഇഞ്ച് ഡെലിവറി സൈസ്, അങ്ങനെ 2 സൈസുകളിൽ അവൈലബിൾ ആണ്. നല്ല ഡിസ്ചാർജ് ഉണ്ട്. നമുക്ക് നല്ല ഒരു ഭീകര പെർഫോമൻസ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഡിസ്ചാർജ് ഉണ്ട്. 60,000 65,000 ലിറ്റർ ഡിസ്ചാർജ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അളവ് തന്നെ അതിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസിനും എക്സ്പെരിമെൻസിനും
ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ തുണ്ടത്തിൽ ട്രേഡേഴ്സ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.